ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഒരു സ്നാക്ക് റെസിപ്പിയാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്കാണിത്. നമ്മുടെ കുട്ടി സ്പെഷ്യൽ സ്നാക്കാണെന്ന് തന്നെ പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് മാവാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഗുജിയ എന്നാണ്. ഒരു ഇന്ത്യൻ സ്നാക്ക് റെസിപ്പിയാണിത്. സാധാരണ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിന്ന് ഗോതമ്പ് മാവ് എടുത്തന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശരിക്കും മൈദയിൽ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടിലും ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഹെൽത്തി അല്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ റെഡിയാക്കുമ്പോൾ നമുക്ക് ഗോതമ്പ് മാവ് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. നമുക്ക് 1/2 കപ്പോളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എന്നാലേ കുറച്ച് നല്ല മധുരം കാണുള്ളൂ. കുട്ടികൾക്ക് കൂടുതൽ മധുരമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ച് ഒരു ഡോ റെഡിയാക്കി എടുക്കണം. അപ്പം ഒരുപാട് ചൂടുള്ള വെള്ളം ചേർക്കരുത്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുള്ളതാണ്. അപ്പം ഇളം ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കുഴച്ച് നല്ല പോലെ ഒരു ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റിന് ശേഷം ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ നമുക്കിതങ്ങോട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം തീ നന്നായി കുറച്ച് വെക്കുക. എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുന്നോ മാക്സിമം തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് ശരിക്കും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തത്. ഈ ഒരു റെസിപ്പിക്ക് പാൽപ്പൊടി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. തീ മാക്സിമം കുറച്ച് വെക്കുക. നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1/2 കപ്പ് പാലൊഴിക്കുമ്പോൾ 1/4 കപ്പ് പാലൊഴിച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയാണ് ഇട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് റെഡി ആയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനിയും നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം. പെട്ടെന്ന് തന്നെ അങ്ങ് എടുക്കരുത്. തീ കുറച്ചിട്ടിട്ട് ഇതൊന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാം, അതുപോലെ പിസ്ത, കാഷ്യൂസ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ, ഞാൻ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര, ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കെല്ലാം കൂടി നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് കുഴച്ചെടുക്കരുത്. ഇങ്ങനെ കൈ വെച്ച് പിരിച്ച് എടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കണം. അതുവരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം.
ശരിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. കാരണം അവർക്ക് ഈ പാൽപ്പേട തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് പാൽപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റെസിപ്പിയും അവർക്ക് തീർച്ചയായും ഒരുപാട് ഇഷ്ടമാവും. ശരിക്കും ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ സ്റ്റഫ് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഡോ എടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഗോതമ്പ് മാവ് ആയതുകൊണ്ടാണ് ഈ ഒരു കളറ്. നമ്മൾ ശരിക്കും മൈദയാണെങ്കിൽ നല്ല വെള്ള പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ പഞ്ചസാര ചേർത്തുകൊണ്ട് ആ പുറം ഭാഗമൊക്കെ ഒന്ന് അലിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മാവിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങ് ഫ്ലോർ ഇട്ട് കൊടുക്കണ്ട, ഇതങ്ങ് കട്ടിയായി പോവും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പഞ്ചസാര ഡയറക്റ്റായിട്ട് ചേർത്തത് കൊണ്ടാണ് ഇതുപോലെ ആ ഒരു മുകൾ ഭാഗം ഓയിൽ പോലെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടി കുറച്ചുകൂടി മാവിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഒരുപാട് വലിപ്പമുള്ളത് ചപ്പാത്തിയുടെ അത്രയൊന്നും വേണ്ട, ചെറിയ ബോളാക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലുള്ള ബോൾസ് ആക്കി എടുക്കാം. ഒരേ ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഇനി നല്ല വലിപ്പമുള്ള രീതിയിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ചെറിയതായിട്ട് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ശരിക്കും ചെറുതായിരിക്കുന്നതായിരിക്കും കൂടുതൽ കാണാനും ഭംഗി, പെട്ടെന്ന് കഴിക്കാനും ഒക്കെ ചെറുതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഈ പരത്തിയെടുത്ത ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റഫിങ്, നമ്മുടെ പാൽപ്പൊടിയും നമ്മുടെ തേങ്ങയൊക്കെ വെച്ചുണ്ടാക്കിയ നമ്മുടെ സ്റ്റഫിങ് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മടക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മടക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറായിട്ട് സ്റ്റഫിങ് ഇതിനുള്ളിലേക്ക് വെക്കരുത്. ഇതിൽ കൊള്ളുന്ന ആ ഒരു രീതിയിൽ വേണം ഇതിനുള്ളിലേക്ക് ആ സ്റ്റഫിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാനും ഇടയുണ്ട്. അതുപോലെ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് കട്ടി കുറച്ച് പരത്തരുത്. ഒരുപാട് കട്ടി കൂടുകയും വേണ്ട, കുറയുകയും വേണ്ട. ഇനി നമുക്ക് ഈ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗുജിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്താൽ നമ്മുടെ ഗുജിയ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. എടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുക. നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി വളരെ ശ്രദ്ധിച്ച് ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇച്ചിരി വലിപ്പമുള്ളതാണെങ്കിൽ 1-2 2 3 ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇത് കരിയാതെ ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ നമ്മുടെ സ്റ്റഫിങ് ഒക്കെ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ ആ പുറം ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മുടെ ഗുജിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് സ്കൂളിലും കൊടുത്തു വിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.